നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കോക്കനട്ട് റൈസ്, അതായത് തേങ്ങാ സാദത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ പാനൊന്ന് ചൂടാവട്ടതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. എണ്ണ ചൂടായി ഇതിലേക്ക് കടുകിടാം. 1/2 ടീസ്പൂൺ കടുക്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും. പൊട്ടിയതിന് ശേഷം നമുക്കിവിടെ 1 വറ്റൽമുളകും 1 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. 1 വറ്റൽമുളക് ചേർക്കാം. ഒരു പച്ചമുളക് കീറി വെച്ചിരിക്കുകയാണ്. 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാവേ. ഒരു 8-10 അണ്ടിപ്പരിപ്പ് പിളർന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ഇതിൻ്റെ ഒന്ന് കളർ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോക്കനട്ട്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തേങ്ങ ഫ്രഷ് കോക്കനട്ടാണ്, ഫ്രഷായിട്ടാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ ഡെസിക്കറ്റ് കോക്കനട്ട് ആയാലും മതി. അപ്പം ഞാൻ സാധാരണ തേങ്ങ തിരിങ്ങിയത് 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം. കുക്ക്ഡ് റൈസ് 2 കപ്പ്. ഇതിൻ്റെ കളർ മാറണ്ട. എൻ്റെ ആ ജലാംശം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർക്കാം. റൈസ് കുക്ക് ചെയ്ത് വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ തലേദിവസത്തെ റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം. റൈസ് കുക്ക് ചെയ്ത സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇനി റൈസ് ചേർക്കുകയാണ്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ, കുറച്ച് കറിവേപ്പില. ഈ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ സ്വല്പം ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ ഇടുകയാണ്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് റൈസ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് മതി, പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്